താഴ്വാരം ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹകൂടാരം. ഷാലോം ടി വി പ്രേക്ഷകർക്ക് ലവ് ഡേയിലേക്ക് സ്നേഹം പൂക്കുന്ന ഈ താഴ്വരയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ കുടുംബങ്ങൾക്ക് വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ ഏറെ സ്നേഹത്തോടെ സമ്മാനിച്ച അപ്പസ്തോലിക ആഹ്വാനമാണ് സ്നേഹത്തിൻ്റെ സന്തോഷം. നമ്മളുടെ അനുദിന ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ നാം നേരിടുന്ന വെല്ലുവിളികളിലും പ്രയാസങ്ങളിലും നമുക്ക് സഹായവും പ്രോത്സാഹനവും ആകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ രേഖ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ രേഖയെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ചിന്തകളും ചർച്ചകളുമാണ് ഈ പ്രോഗ്രാമിലൂടെ നാം ഇവിടെ ഒരുക്കുന്നത്. നമ്മളുടെ കുടുംബജീവിതത്തെ കുറേ കൂടി സുന്ദരമാക്കാൻ, കുറേ കൂടി മനോഹരമാക്കാൻ ഉതകുന്ന ഈ ചിന്തകളിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളിൽ പലരും ഈ പ്രോഗ്രാം കാണുന്നുണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷം. നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾക്കും അഭിനന്ദനങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് ഈ ചർച്ചയിലേക്ക് കടന്നു വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി സിസ്റ്റർ നീമ ഗ്രേസ്, ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിലെ അംഗവും കൗൺസിലിംഗ് രംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുമുള്ള സിസ്റ്റർ നീമ ഗ്രേസിനെ ഏറെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി നാം സ്വാഗതം ചെയ്യുന്നത് ഡോക്ടർ ടോണി ജോസഫിനെയാണ്. ഡോക്ടർ ടോണി പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധനും തൃശൂർ അതിരൂപത ലോവ് സമർപ്പിത സമൂഹത്തിൻ്റെ പ്രസിഡന്റുമാണ്. ഡോക്ടർ ടോണിയെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നാം സ്വാഗതം ചെയ്യുന്നത് നമുക്കേറെ സുപരിചിതനായ ഡോക്ടർ കെ എം ഫ്രാൻസിസ് സാറിനെയാണ്. തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൻ്റെ മുൻ വൈസ് പ്രിൻസിപ്പളും വചനപ്രഘോഷകനും എഴുത്തുകാരനുമായിരിക്കുന്ന ഡോക്ടർ കെ എം ഫ്രാൻസിസ് സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൻ്റെ ഏറെ പ്രസക്തിയുള്ള എപ്പിസോഡിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കുട്ടികളുടെയും കൗമാരപ്രായക്കാരുടെ ഇടയിൽ ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ചർച്ചകളിലാണ് നാം. അതിൻ്റെ തുടർ ചർച്ചകളിലേക്ക് നാം കടക്കുകയാണ്. നമ്മളുടെ കുട്ടികളെ ലൈംഗികതയുടെ പ്രാധാന്യത്തെയും വിശുദ്ധിയെയും കുറിച്ച് കൂടുതൽ ബോധവാന്മാരാക്കാൻ ഉതകുന്ന ചിന്തകളും ചർച്ചകളുമാണ് നാം ഇവിടെ ഒരുക്കുന്നത്. നമ്മൾ ഈ ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരു അധ്യാപിക എന്ന നിലയ്ക്കൊക്കെ എൻ്റെ ഉള്ളിൽ വരുന്ന ഒരു സംശയം ഇതാണ്: നമ്മൾ മക്കൾക്ക് ആ തക്ക സമയത്തിനും പ്രായത്തിനും ഇതൊക്കെ പകർന്നു കൊടുക്കണമെന്ന് പറയുമ്പോഴാണ് നമ്മളുടെ മാതാപിതാക്കളെല്ലാം ഇതിന് എക്യുപ്ഡ് ആണോ? വേണ്ട രീതിയിൽ കുട്ടികൾക്ക് അവരുടെ പ്രായത്തിനനുസരിച്ച് ഇത് പകർന്നു കൊടുക്കാൻ മാത്രം അവർക്ക് ആ ഒരു ഇതിലോട്ട് അവർ വളർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്കത് സാധിക്കുമോ? അങ്ങനെ പല വ്യക്തികളും ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഞങ്ങളുടെ മക്കളോട് ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നൊക്കെയുള്ള ആശങ്ക പ്രകടിപ്പിക്കുന്നത് നമ്മുടെ ഡോക്ടേഴ്സിന്റെ പോലെ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ പോലെ സാധാരണക്കാരായ ധാരാളം മാതാപിതാക്കളുണ്ട്. വളരെ വളരെ മനോഹരമായിട്ട് തങ്ങളുടെ മക്കൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്, ഇപ്പോഴുമുണ്ട്. പക്ഷെ എന്നാലും ചിലരെങ്കിലും ഇത്തരം ഒരു ചോദ്യം മക്കൾ ഉന്നയിക്കുമ്പോൾ അവരതിന് ഇന്ന് ഏറ്റവും എളുപ്പവഴി തേടുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഉദാഹരണമായിട്ട് മൊബൈലിൽ പോണോഗ്രാഫിക് സൈറ്റ് എടുത്തിട്ട് മകന് കാണിച്ചു കൊടുത്ത ഒരു അപ്പൻ്റെ കാര്യം ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ശരിക്കും അവരെ എത്ര വലിയൊരു തിന്മയിലേക്ക് നയിക്കുക എന്നുള്ളത് ആ അപ്പൻ ഓർക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു പോണോഗ്രാഫിക് സൈറ്റിൽ കണ്ടിട്ടാണോ തങ്ങളുടെ മക്കൾ ഈ ലൈംഗികതയെക്കുറിച്ച് പഠിക്കേണ്ടതെന്നുള്ളൊരു ബോധമൊന്നും അപ്പനുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുകയാണ്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ എങ്കിലും അത് ആ കുഞ്ഞിനെ നയിക്കാവുന്ന ഒത്തിരി ചതിക്കുഴികളുണ്ട്, തിന്മകളുണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു ബോധം പല മാതാപിതാക്കൾക്കും ഇല്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. മാർപ്പാപ്പ ഈ ഗ്രന്ഥത്തിൽ ലൈംഗിക വിദ്യാഭ്യാസം നൽകേണ്ടതിൻ്റെ ഭാഷയെക്കുറിച്ച് പറയുന്നുണ്ട്. അനുചിതമായ ഭാഷ ഉപയോഗിച്ചിട്ട് വേണം ഇത് സംസാരിക്കാൻ. ഭാഷ എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് വെറും വാചകങ്ങളുടെ ഭംഗിയല്ല, അതിൻ്റെ എക്സ്ട്രീമിലേക്ക് പോകരുത്. കാരണം ബ്ലൂ ഫിലിമിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് സെക്സിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് ഉചിതമല്ല. അതേസമയം തന്നെ സഭ്യമായ ഭാഷയിൽ ചില അവസരങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇന്നത്തെ അപകടം തന്നെ ഇങ്ങനെ സഭ്യമായ രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് പറ്റാത്തത് കൊണ്ട്
പ്രോണോഗ്രാഫിയാണ് പലപ്പോഴും കുട്ടികൾ പഠിക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് വലിയ അപകടത്തിലേക്കാണ് കുട്ടികളെ നയിക്കുന്നത്. കുട്ടികൾ ചിലപ്പോൾ കൂട്ടം കൂടി ഇരുന്നിട്ട് ഒറ്റയ്ക്ക് മൊബൈലിരുന്ന് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്ക് പലപ്പോഴും ഇതുണ്ടാക്കുന്ന അപകടം അറിയില്ല. ഞാൻ ഒരിക്കൽ പറയാറുണ്ട്, പണ്ട് ഞങ്ങൾ തൃശ്ശൂർ ചാക്കോള ട്രോഫി അങ്ങനത്തെ ഫുട്ബോൾ കളിക്ക് പോകാറുണ്ട്. ഇപ്പോൾ കേരളത്തിലോ ഇന്ത്യയിലോ കളിക്കുന്ന ഫുട്ബോൾ കളി കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതെന്തുകൊണ്ടാണ്? വിദേശ ഫുട്ബോൾ കളി കണ്ടു തുടങ്ങിയപ്പോൾ ലോക്കൽ ഫുട്ബോൾ കളി ഇഷ്ടമില്ലാതെ. ഇത് ഈ പറയുന്ന ഈ പറച്ചിൽ തന്നെ ഒരു വ്യത്യസ്ത മേഖലയിലേക്കുള്ളൊരു ചൂണ്ടുപലകയാണ്. ഒരു ബ്ലൂ ഫിലിം എന്ന് പറയുന്നത് നിർമ്മിക്കപ്പെടുന്നതിൻ്റെ പിറകിൽ പരിശുദ്ധ പിതാവ് യുകാറ്റിൽ എഴുതിയിട്ടുണ്ട്, കോടാനുകോടി രൂപയുടെ കച്ചവടമാണ് ഈ പ്രോണോഗ്രാഫിക്ക് വേണ്ടി നടക്കുന്ന ഒരു മാഫിയ. അത് വിവേചിച്ചറിയണം, വിമർശനാത്മകമായി സമൂഹം കണ്ടെത്തണം. എന്നിട്ട് ഇപ്പം നമുക്കറിയാം, ഈ ഒരു സിനിമ പിടിക്കണമെങ്കിൽ 6 മാസം പിടിച്ചിട്ടുള്ള പിക്ചറിനെയാണ് 2.5 മണിക്കൂറിലേക്ക് ഒതുക്കണത്. പ്രോണോഗ്രാഫി ഫിലിമും ഇത് തന്നെയാണ് പ്രക്രിയ. 25 മണിക്കൂർ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തെയാണ് 20 മിനിറ്റുള്ള ഒരു എപ്പിസോഡാക്കി അവർ മാറ്റുന്നത്. അപ്പോൾ ദിവസങ്ങളും മാസങ്ങളും എടുത്തിട്ടുള്ള ഒരു ആക്ഷന് 20 മിനിറ്റായിട്ട് കാണുന്ന കുട്ടി അല്ലെങ്കിൽ മുതിർന്നവൻ വിചാരിക്കുന്നത് ഇതാണ് യാഥാർത്ഥ്യം, ഇതുപോലെയാണ് എൻ്റെ ഭാര്യ പെരുമാറേണ്ടത്, എൻ്റെ ഭർത്താവ് പെരുമാറേണ്ടത്. അപ്പോൾ ഇത് കണ്ട ഒരു കുട്ടിയുടെ, ഒരു പുരുഷൻ്റെ, ഒരു സ്ത്രീയുടെ മനസ്സ് അതിനാൽ തന്നെ സ്വാഭാവിക ലൈംഗികത ആസ്വദിക്കാനുള്ള അവൻ്റെ കഴിവിനെ കൊന്നുകളയുകയാണ്. മാഷ് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, എൻ്റെ കുട്ടിക്കാലത്ത്, ഞാൻ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന കാലത്ത് സെക്സ് എഡ്യൂക്കേഷൻ എടുക്കാൻ വന്ന ഒരു അച്ഛൻ പറഞ്ഞ കാര്യമാണ്. അന്ന് അച്ഛൻ പറഞ്ഞു, പുരുഷന്മാർക്ക് ഉള്ള ഒരു വലിയ കഴിവാണ് സെക്ഷൽ ഫാൻറ്റസി. അതെന്താണെന്ന് വെച്ചാൽ, ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ അതുകൊണ്ട് വലിയ ക്യാൻവാസിൽ പടം വരയ്ക്കാനുള്ള കഴിവാന്ന് പറഞ്ഞു. അപ്പോൾ പുരുഷന് ഇത്ര വലിയ സെക്ഷൽ ഫാൻറ്റസി ഉള്ളപ്പോൾ അതിനെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താവുന്ന തലത്തിലായിരിക്കും ആര് സിനിമ എടുക്കുന്നത്, ഈ പോണോഗ്രാഫി വീഡിയോ എടുക്കുന്ന ആളെടുക്കുന്നത്. അപ്പം പുരുഷൻ്റെ ഏറ്റവും വലിയ സെക്ഷൽ ഫാൻറ്റസികൾ മുഴുവൻ ഒരൊറ്റ ലൈംഗിക ബന്ധത്തിൽ സാറ്റിസ്ഫൈഡ് ആകുമെന്ന ഒരു സന്ദേശമാണ് ഈ പോണോഗ്രാഫിക് മൂവി നൽകുക. പക്ഷേ ഇത് യഥാർത്ഥ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതിൻ്റെ എന്താ പറയണ്ടേ, 100-1 പോലും 1000-1 പോലും അവിടെ നടക്കാതെ വരുമ്പോൾ 20 മിനിറ്റ് അല്ല, ഒരു രാത്രി മുഴുവൻ, ഇപ്പോൾ ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുന്ന രാത്രി മുഴുവൻ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതിൻ്റെ ഒരു 1000-1 പോലും വരില്ല എന്നുള്ളത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇവൻ എവിടെ നിൽക്കും എന്നുള്ളതാണ്. ഇത് അതിൽ ശരിയും എൻ്റെ തെറ്റും എന്നുള്ള തീരുമാനത്തിലേക്കാണ് എത്തുന്നത്. അത് എത്തിക്കഴിഞ്ഞാൽ അതൊരു ടോട്ടൽ ഡിസാറ്റിസ്ഫാക്ഷനിലേക്കും. ഒന്നുമില്ലെങ്കിൽ അവന്റെ കുറവായിട്ട് കണക്കാക്കും, അല്ലെങ്കിൽ അത് ഭാര്യയുടെ കുറവായിട്ട് കണക്കാക്കി എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് പറയുന്നത്. ലൈംഗികതയെ വികലമാക്കാൻ കഴിവുള്ള പുതിയ ആശയങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും ആക്രമണത്തെ, അശ്ലീല സാഹിത്യത്തെ, സാഹിത്യം എന്ന ജലപ്രളയത്തെ, പ്രചോദനങ്ങളുടെ അമിതഭാരത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ട വിമർശനാത്മക ബോധം കൂടി കുട്ടികളെ നമ്മൾ വികസിപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്ന് പറയാണ്. അല്ല, അത് വളരെ അപൂർവം പേർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ കുട്ടികൾ സെക്സ് പുസ്തകം കൊണ്ടുവരും. അതിൽ ബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനുണ്ട് എൻ്റെ. അവൻ ഇത്തരം പുസ്തകങ്ങൾ കൊണ്ടുവന്നാൽ അവൻ പറയും, ധൈര്യപൂർവ്വം പറയും, ഇത്തരം പുസ്തകങ്ങളൊന്നും കാണരുത്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കണ്ടാൽ നിൻ്റെ ജീവിതം നശിക്കും എന്ന് സ്വയം വിമർശനാത്മകമായി വിലയിരുത്താൻ കഴിവുള്ള കുട്ടികൾ ഉണ്ടാവണമെന്നാണ് മാർപ്പാപ്പ ഇതിൽ സൂചിപ്പിക്കുന്നത്. കാരണം അത് നൽകുന്ന പ്രചോദനത്തിൻ്റെ പ്രളയമുണ്ടാക്കുന്ന അപകടം നമ്മൾ ഈ നമ്മുടെ സമൂഹമല്ലേ ഹിപ്പോക്രസി ഉള്ളതാണ്. അതിൻ്റെ കാരണം, ഞാനൊരു മനുഷ്യൻ ന്യൂറോൺസ് എന്ന് പറയുന്ന ഒരു പരിപാടി യൂട്യൂബിൽ, അതിൽ അദ്ദേഹം ദാവീദ് രാജാവിൻ്റെ കഥ എഴുതിയ ബൈബിളിനെ വിമർശിക്കുകയാണ്.
അതായത് ബൈബിൾ മോശം പുസ്തകമാണ്. കാരണം ദാവീദിൻ്റെ കുളിമുറിയിൽ എത്തിച്ചു നോക്കിയതിൻ്റെ കഥ. പക്ഷേ ഇദ്ദേഹത്തിന് ലോകചരിത്രത്തിൻ്റെയും മനുഷ്യ സ്വഭാവത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുന്നില്ല. ഒരു സ്ത്രീ കുളിക്കുന്നത് എത്തിച്ചു നോക്കുന്ന പുരുഷൻ അവൻ്റെ ബോധമണ്ഡലത്തിലുണ്ടാക്കുന്ന പ്രചോദനം മൂലം അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അവൻ്റെ ശരീരം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അതാണ് ദാവീദ് രാജാവിൻ്റെ കഥയുടെ ടോട്ടൽ മെസ്സേജ്. അപ്പോൾ ഈ കാണുന്ന കുട്ടികളൊക്കെ ഈ ബ്ലൂ ഫിലിമും പ്രോണോഗ്രാഫിയും കണ്ടിട്ട് എവിടെയെങ്കിലും പരീക്ഷിക്കാതെ മനസ്സമാധാനം ഉണ്ടാവില്ല. കുഞ്ഞുങ്ങളെ ദുരുപയോഗിക്കുമ്പോൾ, ബലാത്സംഗം ചെയ്യുമ്പോൾ കുറ്റപ്പെടുത്തേണ്ടത് കുറ്റം ചെയ്ത വ്യക്തിയെ മാത്രമല്ല, അതിന് പ്രചോദിപ്പിച്ച വ്യക്തിയെ കൂടിയാണ്. നമ്മളിപ്പോൾ ഈ സ്കൂളുകളിൽ കുട്ടികൾ ഇങ്ങനെ ചില കുഞ്ഞു കുഞ്ഞു കുസൃതികൾ കാണിക്കുമ്പോൾ നമ്മൾ അവരെ ചേർത്ത് പിടിച്ച് ചോദിക്കുമ്പോൾ അവർ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ കളിക്കാൻ പോയപ്പോൾ വലിയ ചേട്ടന്മാർ കാണിച്ചു തന്നതാ, അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതൊന്ന് ചെയ്ത് നോക്കണമെന്ന്. അതുകൊണ്ട് 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ പോലും അത് കണ്ടു വന്നപ്പോൾ ചെയ്ത് നോക്കണം വിചാരിച്ചിട്ടല്ല കേട്ടോ സിസ്റ്റർ എന്ന് പറയുന്ന നിഷ്കളങ്ക ഒരു ഭാവമുണ്ട്. ആ ഒരു ക്യൂരിയോസിറ്റി ഫുൾഫിൽ ചെയ്യും. പക്ഷെ പറഞ്ഞത് ശരിയാണ്, കാഴ്ച പ്രവൃത്തിയിലേക്ക് നമ്മെ നയിക്കും എന്നുള്ള ആ ബോധം നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. കൃത്യമായി നമ്മുടെ മാതാപിതാക്കളും ഇതിന് വേണ്ടപ്പെട്ട ഉത്തരവാദിത്വമുള്ളവരും ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ശരിയായ ഒരു ഡയറക്ഷനിലേക്ക് നമ്മുടെ ഈ ചർച്ചകളൊക്കെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്. അവരെ കുഞ്ഞുങ്ങളെ തീർച്ചയായും ചില കാര്യങ്ങൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അനന്തരഫലങ്ങൾ ഉണ്ടാകുമെന്ന് അവരെ പറഞ്ഞ് ബോധ്യം. ഇങ്ങനെയുള്ള കുട്ടികളുടെ മാതാപിതാക്കളെ നമ്മൾ കാണുമ്പോൾ നമ്മൾ അവരോട് പറയാറുണ്ട്, കുട്ടികളുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ, അവരൊന്നിങ്ങനെ നിശബ്ദമായിരിക്കുകയോ അല്ലെങ്കിൽ ദേഷ്യപ്രകൃതി കാണിക്കുക, അങ്ങനെ എന്തെങ്കിലും അവരുടെ പെരുമാറ്റങ്ങളിൽ മാറ്റം കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പലപ്പോഴും മാതാപിതാക്കൾ ചെയ്യാറുള്ളത് അവരുടെ ദേഷ്യം മുഴുവൻ അവരുടെ മേത്ത് പ്രയോഗിക്കുക. അതല്ല ചെയ്യേണ്ടത്. അവരെ ശ്രദ്ധാപൂർവം ചേർത്ത് പിടിച്ച് അതിൻ്റെ പുറകിലെ രഹസ്യത്തിൻ്റെ ചുരുളഴിച്ചാൽ മക്കൾ ഉറപ്പായിട്ടും അവർ പറഞ്ഞു കഴിയുമ്പോൾ അതിന് ഇതല്ല മോനെ ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള കഴിവ് ഒരു കുട്ടിക്ക് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് ഈ ഒരു ഉത്തരവാദിത്വത്തില് ഒരു നിസ്സംഗത പാലിക്കുന്നത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ പല ദമ്പതികളും അവർ വിചാരിക്കണേ ഈ ബ്ലൂ ഫിലിമോ അതുപോലത്തെ പ്രോണോഗ്രാഫിക് ചിത്രങ്ങൾ കാണുന്നത് തങ്ങളുടെ സന്തോഷത്തിന് ആക്കം കൂടും എന്ന ചിന്തയാൽ അവർ ഇതൊക്കെ പരീക്ഷിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്നത് സ്ത്രീകൾക്കൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ വെറുപ്പുണ്ടാകുമെന്നാണ് എൻ്റെ പഠനങ്ങൾ ഇത് തെളിയിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള മാതാപിതാക്കൾ അവരുടെ ഈ കുറ്റബോധം നിലനിൽക്കുന്നത് കൊണ്ട് മകനെ ഉപദേശിക്കാനായിട്ട് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ വിമുഖത കാണിക്കുകയാണ്. ഇത് തന്നെ വേണ്ട, കാരണം ഇവരുടെ ഉള്ളിലൊരു ഗിൽറ്റ് എടുക്കല്ലേ. അപ്പം അതുകൊണ്ടാണ് സഭ പറയണത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പറ്റിയാൽ കുമ്പസാരിച്ച് നമുക്ക് ആത്മവിശുദ്ധി വരുത്തുമ്പോഴാണ് മക്കളെ തിരുത്താനുള്ള ഒരു ധാർമ്മിക ബലം നമുക്ക് കിട്ടുള്ളൂ. നമ്മുടെ പക്ഷെ നേരത്തെ പറഞ്ഞ കച്ചവടത്തിൻ്റെ ഒരു എക്സ്ട്രീം ഞാനിങ്ങനെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചത് ഓർക്കുക. കാത്തലിക് ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരു ബ്ലോഗുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ഒരു പെൺകുട്ടി അവൾ 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെ ബ്ലൂ ഫിലിമുകളിൽ അഭിനയിച്ചു. കാരണം അവളുടെ ഒരു അരക്ഷിതത്വ ബോധവും അവളുടെ ഒരു സൂയിസൈഡ് ടെൻഡൻസിയും ഒക്കെ ഉള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അതിൽ അദ്ദേഹം എഴുതുകയാണ്, ഇങ്ങനെയുള്ള പെൺകുട്ടികളെയാണ് അവർ ഈ ബ്ലൂ ഫിലിം ഷൂട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുക. എന്നിട്ട് ഈ പെൺകുട്ടി ഒത്തിരി പണം ഉണ്ടാക്കി ഈ 3-4-5 വർഷത്തെ അഭിനയം കൊണ്ട്. എന്നിട്ട് ഈ പെൺകുട്ടി അവസാനം ആത്മഹത്യ ചെയ്യാണ്. ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ അവസാനത്തെ മൂവി ഷൂട്ട് ചെയ്ത പ്രൊഡ്യൂസർ ഈ വിവരം പുറത്തുവിട്ടു. ഇവൾ ആത്മഹത്യ ചെയ്തെന്നുള്ള ന്യൂസ് പുറത്തു വന്നു. അതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ ഇവളുടെ സിനിമ കണ്ടവരൊക്കെ ഭയങ്കരമായിട്ട് പ്രതികരിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഡയറക്ടർ പറഞ്ഞു, വി ആർ പോസ്റ്റ്പോണിങ് ദ റിലീസ് ഓഫ് ദ ലാസ്റ്റ് ഫിലിം ഫോർ ആൻ ഐഡിയൽ ടൈം. ഇപ്പോൾ ഇതിൻ്റെ ക്രസൻറ്റ്, ഇവളെക്കുറിച്ചുള്ള ആരാധനയുടെ ക്രസൻറ്റ് അങ്ങോട്ട് മൂത്ത് മാക്സിമം വ്യൂവർഷിപ്പ് കിട്ടുന്ന ഒരു സമയത്തേക്ക് ഈ മരിച്ചു കിടന്ന പെൺകുട്ടിയുടെ വെച്ച് ഷൂട്ട് ചെയ്ത അവസാനത്തെ ഫിലിം പോസ്റ്റ്പോൺ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ കച്ചവടം കാണുന്ന ആ വ്യക്തിയെക്കുറിച്ച് എഴുതായിരുന്നു. അപ്പം ഇത്രയ്ക്കധികം കച്ചവട മനോഭാവം ഇതിന് പുറകിലുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. യുവജനങ്ങൾ ശരിക്കും അതുപോലെ തന്നെ ഈ ഡിപ്രഷനിലേക്ക് ഇതിങ്ങനെ അഭിനയിക്കുന്നവരും ഇത് കാണുന്നവരും പോകുന്നു. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം ഞാൻ കേട്ടത്, ഇങ്ങനെയുള്ള
സൈറ്റുകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഭിനയിച്ച് ചിലരെങ്കിലും മാനസാന്തരപ്പെട്ട് അതല്ല ശരി എന്ന് പറഞ്ഞ് അവർ മുൻപോട്ട് വരുന്നതായിട്ടും ഒരു ഒത്തിരി 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 കൺഫെഷൻസ് ഓഫ് ഫോർമർ പോൺ ക്യൂൻസ് എന്ന് പറഞ്ഞ ഒത്തിരി വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ അവർ പറയാണ് എങ്ങനെയാണ് ഞങ്ങളെ മിസ്യൂസ് ചെയ്തത് എന്ന് കൃത്യമായിട്ട് അവർ എണ്ണമിട്ട് പറയുന്നത്. അല്ല, നമ്മളുടെ കുട്ടികൾ ശരിക്കും ഇത് തിരിച്ചറിയണം. കാരണം ഒരുപാട് ഇന്നത്തെ സമൂഹത്തിനെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാൻസർ പോലെയാണ് ഇത് ശരിക്കും. പ്രത്യേകിച്ച് പല കുട്ടികളുടെയും വിചാരം ഈ പെൺകുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ടെന്നാ. അങ്ങനെ അല്ലാന്ന് മനസ്സിലാകണമെങ്കിൽ ഇത്തരം വീഡിയോസ് അടുത്ത നിരാശയിലും സംഘർഷത്തിലുമാണ് അവർ കഴിയണത്. സൈക്യാട്രിസ്റ്റുകളും കൗൺസിലിംഗ് രംഗത്തുള്ളവരും ഒക്കെ ഇന്നത്തെ ചെറുപ്പക്കാരിൽ കാണുന്ന ഒരു വിഷാദ രോഗം അല്ലെങ്കിൽ ഒരു ഡിപ്രസീവ് മൂഡിലേക്ക് പോകാൻ കാരണം ഇങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ചിത്രങ്ങൾ കാണുകയും അതും ഒരു മയക്കുമരുന്ന് പോലെ തന്നെ, അതും ഒരു അഡിക്ഷൻ പോലെ തന്നെ ഇന്ന് കുട്ടികളെ ബാധിച്ചിരിക്കുന്നു. ഇവിടെയാണ് ലൈംഗിക വിദ്യാഭ്യാസത്തിൽ കുഞ്ഞുനാൾ മുതലേ കുട്ടികളെ ലൈംഗികതയുടെ ദൈവത്തിൻ്റെ ലക്ഷ്യം, ദൈവികമായ പദ്ധതി പങ്കുവെച്ചു കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടെന്നുള്ള ചർച്ചകളാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലിപ്പിങ്ങിലേക്ക് നിങ്ങളുടെ എവിടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. നമുക്ക് മോണിറ്ററിലേക്ക് ശ്രദ്ധ തിരിക്കാം. ഉത്തരാധുനിക ലോകം അഭിമുഖീകരിക്കുന്ന 4 സാംസ്കാരിക വിഷങ്ങളുണ്ട്: ഈ മാനിയ, ഈറോട്ടിക് മാനിയ, ഈഗോട്ടിക് മാനിയ ആൻഡ് ഡ്രഗ് മാനിയ. ഈ മാനിയ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇലക്ട്രോണിക് വസ്തുക്കളോടുള്ള ഒരു അമിത ആവേശം, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് സമയം രാത്രികാലം മുഴുവനും ചെലവഴിക്കുന്ന തരത്തിൽ നമ്മുടെ ശക്തിയും വ്യക്തിത്വവും നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ. ഈഗോട്ടിക് മേനിയ എന്നുള്ളത് ഈഗോ എന്നുള്ള വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ഭാവത്തിനെ അതിൻ്റെ ഏറ്റവും വലുപ്പത്തിൽ കാണുകയും മറ്റുള്ളവരെ കുറഞ്ഞു കണ്ട് അവരുടെ മീതെ ചവിട്ടിക്കൊണ്ട് നമ്മളെ തന്നെ സ്ഥാപിക്കാൻ നമ്മൾ തന്നെ എടുക്കുന്ന ഒരു തരം ദുര. മറ്റൊരു സാധനമാണ് ഈറോട്ടിക് മേനിയ. അഥവാ അതിനെ ഹൈപ്പർ സെക്ഷുവാലിറ്റി എന്നാണ് നമ്മൾ പറയുക, അല്ലെങ്കിൽ ലൈംഗികതയുടെ അമിതത്വം. ദൈവം ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലായി ലൈംഗിക സുഖങ്ങളിലേക്ക് പോകുകയും ലൈംഗിക സുഖത്തിൻ്റെ മാക്സിമത്തിലേക്ക് എത്തുകയും ഡിഫറൻസിലേക്ക് എത്തുകയും അങ്ങനെ മാക്സിമം സുഖം അനുഭവിക്കുക എന്ന് പറയുന്ന ഒരു ചിന്താരീതി, അതിനനുസരിച്ചുള്ള ഒരു ബിഹേവിയറിസമാണ് ഈറോട്ടിക് മേനിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി നമുക്ക് പറയാനുള്ളത് ഡ്രഗ് മേനിയ. മയക്കുമരുന്നുകളുടെ ഉപയോഗം മൂലം മാക്സിമം സന്തോഷത്തിലേക്ക് എത്തുക. ഈ സംഭവങ്ങൾ, ഈ പറയുന്ന പ്രതിഭാസങ്ങളുടെ പിന്നിൽ പൊതുവായ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുഖാന്വേഷണം അല്ലെങ്കിൽ പ്രോൺ ടു പ്ലഷർ. മറ്റൊരു കാര്യം എക്സ്ട്രീം ഫ്രീഡം സീക്കിംഗ്, ഏറ്റവും അറ്റത്തെ സ്വാതന്ത്ര്യം അന്വേഷിക്കൽ. ഇതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം. ഈ കാലഘട്ടത്തിൽ ഒരു കൗമാരപ്രായത്തിലൂടെ കടന്നു വരുന്ന ഒരു കുട്ടി അവൻ്റെ വ്യക്തിത്വ വികസനം ഈ കൾച്ചറിൽ അല്ലെങ്കിൽ ഈ കോണ്ടെക്സ്റ്റിൽ, നമ്മുടെ ഈ സാമൂഹിക അവസ്ഥയിൽ അവൻ രൂപപ്പെടുമ്പോൾ അവനിലേക്ക് അറിയാതെ തന്നെ സുഖമാണ് ശരി എന്നുള്ളതും ദിവ്യത്വത്തിൻ്റെ പ്രാധാന്യം അവനിൽ കുറഞ്ഞു വരികയും ചെയ്യും. ഇങ്ങനെയുള്ളൊരു വ്യക്തിത്വം വളർന്നു വരുമ്പോൾ അവൻ്റെ എസ്ക്യു അല്ലെങ്കിൽ സ്പിരിച്വൽ കോഷ്യൻറ്റിൽ പലപ്പോഴും മൂല്യങ്ങളുടെ ച്യുതി കാണാൻ സാധിക്കും. സുഖമാണ് ശരി എന്നുള്ള തത്വമാണ് അവൻ പതുക്കെ പഠിക്കുന്നത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു റിമോട്ട് കൾച്ചർ എന്ന് പറയാം. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ, പരസ്യങ്ങൾ വരുമ്പോൾ മാറ്റിക്കളഞ്ഞുകൊണ്ട് സെലക്റ്റീവായിട്ട് സുഖമുള്ള കാര്യങ്ങൾ സെലക്റ്റീവായിട്ട് എടുക്കുന്ന ഒരു മനസ്സ് അവനിൽ രൂപപ്പെടും. അപ്പോൾ അവൻ്റെ IQ എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ IQയിൽ അറ്റൻഷൻ്റെ ഡെഫിസിറ്റ്, പഠിക്കുന്ന കാര്യങ്ങളിലേക്കുള്ള ശ്രദ്ധ അവൻ്റെ കുറയുന്നു. അവൻ്റെ EQ ഇമോഷണൽ കോഷ്യൻ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ സെൽഫ് കൺട്രോൾ, സ്വയം നിയന്ത്രിക്കേണ്ട അവസ്ഥകൾ അവനിൽ കുറയുന്നു. അഡാപ്റ്റബിലിറ്റി, സാഹചര്യങ്ങളോടും വ്യക്തികളോടും പൊരുത്തപ്പെടുക എന്നതിനേക്കാൾ അവൻ പലപ്പോഴും സെലക്റ്റീവായിരിക്കും. ഇഷ്ടമുള്ളതിനെ സ്വീകരിക്കുന്നു, ഇഷ്ടമില്ലാത്തതിനെ തള്ളിക്കളയുന്നു. ദൈവമല്ല എൻ്റെ ക്രൈറ്റീരിയ, ഞാൻ തന്നെയായി അവിടെ വളരുകയാണ്. അവൻ്റെ ഇൻ്റർപേഴ്സണൽ സ്കില്ല് നമ്മൾ പരിശോധിച്ചാൽ അവിടെ അഹംഭാവത്തിൻ്റെ എലമെൻറ്റും സുഖഭോഗത്തിൻ്റെ എലമെൻറ്റും കാണുവാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഈ വ്യക്തി ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ വിവാഹ ജീവിതത്തിനെക്കുറിച്ചുള്ള അവൻ്റെ അടിസ്ഥാന കാഴ്ചപ്പാട് തന്നെ ശരിയല്ല. വിവാഹം എന്നുള്ളത് ദൈവം വെച്ചിരിക്കുന്നത് സ്നേഹിക്കാനും ജീവൻ നൽകുവാനുമാണ്. അതൊരു ലൈഫ് ടൈം കമ്മിറ്റ്മെൻ്റാണ്.
ജീവിതാവസാനം നീണ്ടു നിൽക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ്. അതിന് ഉതകുന്ന വിധത്തിൽ വേണം വ്യക്തിത്വത്തിൻ്റെ രൂപീകരണം നമ്മൾ നടത്തുവാൻ. ഇങ്ങനെയുള്ള ഈ ലോകത്ത് വ്യക്തിത്വ രൂപീകരണം നടന്നു കഴിഞ്ഞാൽ ഫോണോഗ്രഫി കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒന്നിലധികം വ്യക്തികളുടെ സെക്സിലുള്ള സന്തോഷം അനുഭവിച്ച ഒരു മനസ്സ് ഒരാളുടെ സെക്സിലുള്ള സന്തോഷത്തിലേക്ക് തൻ്റെ മനസ്സിനെ തിരിച്ചുവിടുമ്പോൾ അസംതൃപ്തി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മറ്റു വഴികളിലൂടെ സെക്സിനെ തേടാനുള്ള അവസ്ഥകളുണ്ടാവാനുള്ള വഴികളുണ്ട്. ഉദാഹരണത്തിന് സ്വയംഭോഗം, അതുപോലെ തന്നെ സ്വവർഗഭോഗം, മറ്റു തരത്തിലുള്ള ഭോഗാസക്തിയിലേക്ക് തിരിച്ചുവിടാനുള്ള അവസ്ഥകളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് പലപ്പോഴും നമ്മളെ കുറ്റബോധത്തിലേക്ക് എത്തിക്കാം, വ്യക്തിത്വത്തെ നശിപ്പിക്കാനായിട്ടുള്ള ഉതകും. നമ്മളുടെ ശരീരത്തിലെ ശക്തികൾ, മനസ്സിൻ്റെ ശക്തികളെ ഒരു ലീക്കേജ് അല്ലെങ്കിൽ ഒരു ചോർച്ചയ്ക്ക് കാരണമാകും. അങ്ങനെ ലോങ് ടൈമായി ജീവിക്കേണ്ട ഒരു വിവാഹ ജീവിതത്തിൻ്റെ ആ ശക്തി നമുക്ക് നഷ്ടപ്പെട്ടു പോകും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഞാനൊരു മനഃശാസ്ത്രജ്ഞനാണ്. ഇന്നത്തെ ഈ പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാനല്ല ഞാനിത് നിങ്ങളോട് പറയുന്നത്, ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ഇന്നത്തെ കാലത്ത് നടത്തുന്നതായിട്ടുള്ള ആധ്യാത്മികവും മനഃശാസ്ത്രപരവുമായിട്ടുള്ള പ്രതിവിധികൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ അതിജീവിക്കാൻ വേണ്ട കരുത്താണ് സൈക്കോതെറാപ്പിസ്റ്റും കൗൺസിലേഴ്സും എക്സോർസിസ്റ്റും കൺഫസേഴ്സും ആർജിക്കേണ്ടത്. പിതാവായ ദൈവത്തിന് ഇതിന് നിയതമായ ഉത്തരമുണ്ട്. തൻ്റെ സ്നേഹത്തിൻ്റെ ശക്തി കൊണ്ട് ഇതിനെയെല്ലാം ഉന്മൂലനം ചെയ്ത് വളരെ സന്തോഷപ്രദമായ ഒരു കൾച്ചറിലേക്ക്, ഒരു ത്രിത്വൈക ദൈവത്തിൻ്റെ കൾച്ചറിലേക്ക് ദൈവം നമ്മളെ ഉയർത്തുന്നുണ്ട്. ആ കൾച്ചറിലേക്ക് നമ്മളുടെ ശക്തികൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവപിതാവിൻ്റെ സ്നേഹം പ്രസരിക്കുന്ന, അതിസ്നേഹം പ്രസരിക്കുന്ന ദൈവത്തെ ഒരു മാനിയായി കാണുന്ന തരത്തിലുള്ള കൾച്ചറിലേക്ക് മാറ്റപ്പെട്ട വ്യക്തികൾ ഈ വക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇവരെയെല്ലാം വിധിക്കുന്നതിന് പകരം സ്നേഹിച്ചുകൊണ്ട് നന്മയിലേക്ക് തിരിച്ചുവിടുവാനും ഇവിടെയുള്ള ഈ കൾച്ചറിനെ മാറ്റിയെടുക്കാനും നമുക്ക് സാധിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്കിവിടെ പണ്ടൊക്കെ ഇത് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാനും അല്ലെങ്കിൽ മോശമായ ബുക്കുകളൊക്കെ കുട്ടികളുടെ കയ്യിൽ വരാനൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇന്ന് അവരുടെ കൈവെള്ളയിൽ ഇതെല്ലാം ഉണ്ട്. ഇപ്പോൾ സിസ്റ്റർ നേരത്തെ സൂചിപ്പിച്ച പോലെ 5ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് മുതൽ ചേട്ടന്മാരിൽ നിന്നൊക്കെ അത് കാണുന്നു. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു കാണാനുള്ളൊരു ടെൻഡൻസിയെ തെറ്റാണ് നമുക്ക് മനസ്സിലായി. പക്ഷെ ഏത് ഒരു പ്രായത്തിലാണ് ഇവരിത് തിരുത്തേണ്ടത്? എന്ത് കറക്ഷനാണ് ഇവർക്ക് ഏത് സമയത്താണ് നമുക്ക് കൊടുക്കാൻ പറ്റുക? ശരിക്ക് പറഞ്ഞാൽ ഈ പുതിയ കാലഘട്ടത്തിലാണ് ഇത് തുടങ്ങിയത് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പുതിയ കാലഘട്ടത്തിൽ പ്രോണോഗ്രഫി എന്ന് പറയുന്ന ഒരു ചിത്രശാഖ തുടങ്ങി എന്ന് പറയുന്നതേ ഉള്ളൂ. എൻ്റെ കൊച്ചുകുട്ടിക്കാലത്തും എൻ്റെ അപ്പൻ്റെ കൊച്ചുകുട്ടിക്കാലത്തും പുസ്തകങ്ങൾ അവൈലബിൾ ആയിരുന്നു. മഞ്ഞ പുസ്തകങ്ങളല്ലെങ്കിൽ ഇതുപോലത്തെ ഗ്രാമപ്രദേശങ്ങളിലെ ചില സൂത്രവഴികളൊക്കെ എൻ്റെ അപ്പൻ ചർച്ചയിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ അന്ന് കാലത്തൊക്കെ ചെയ്തിരുന്നത് അടക്കം ഒതുക്കത്തിൽ കുട്ടികളെ വളർത്തുക എന്നുള്ളതാണ് ഒരു ശ്രദ്ധിക്കേണ്ടത്. അടക്കം ഒതുക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മമാർ മുണ്ടും ചട്ടയിനും എടുക്കുക. പക്ഷെ അവർ പുറമേ നിന്നൊരാൾ വന്നാൽ മേൽമുണ്ടോ ഒരു തോർത്തുമുണ്ടോ ധരിക്കാതെ പുറത്തോട്ട് വരൂ. അതെന്താണ് അങ്ങനെ? അതിനെയൊക്കെ നമ്മൾ പഴഞ്ചനായിട്ടാണ് കാണുന്നതെന്ന് മാർപ്പാപ്പ പറയാണ്. പക്ഷേ മാർപ്പാപ്പ പറയണത് കുട്ടികളുടെ വസ്ത്രധാരണം സഭ്യമാകാതിരുന്നാൽ അവരുടെ ശരീരഭാഗങ്ങൾ പുറത്ത് കാണപ്പെടുകയും, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഉള്ളിൽ ഇങ്ങനൊരു വികാരം കിടപ്പുണ്ടെന്ന്, അത് കാണുമ്പോൾ ഈ വികാരം ഉദ്ദീപിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന് ആദ്യം തന്നെ മാതാപിതാക്കൾ തിരിച്ചറിയുക. അപ്പോൾ വസ്ത്രധാരണം സഭ്യമാക്കുന്ന തൊട്ട് ഈ പ്രക്രിയ ആരംഭിക്കുകയാണ്. ഇവിടെ പറയുന്നത് അടക്കം മുഖേന നാം നമ്മുടെ വ്യക്തിപരമായ സ്വകാര്യതയെ സംരക്ഷിക്കുന്നു. ഉപയോഗിക്കപ്പെടാനുള്ള വസ്തുവാക്കി മാറ്റപ്പെടുക എന്നതിൽ നിന്ന് നമ്മെ തന്നെ തടയുന്നു. അടക്കത്തെക്കുറിച്ചുള്ള ബോധമില്ലാതിരുന്നാൽ ആകർഷണവും ലൈംഗികതയും പ്രത്യുൽപാദനത്തെ സംബന്ധിച്ച അനിയന്ത്രിതമായ ആസക്തിയും സ്നേഹിക്കാനുള്ള നമ്മുടെ കഴിവിനെ വികലമാക്കി ചുരുക്കിക്കളയും. എനിക്ക് തോന്നുന്നു ഈ കാര്യം പറയുമ്പോഴേ മാർപ്പാപ്പ അതിൽ സൂചിപ്പിക്കുന്നുണ്ട്, ഈ കാലഘട്ടത്തിൽ ലൈംഗിക വിദ്യാഭ്യാസം പോലും ഒരു ക്രമം തെറ്റിയ വിദ്യാഭ്യാസമാണ് ലഭിക്കുന്നതെന്ന് മാർപ്പാപ്പ സൂചിപ്പിക്കുന്നുണ്ട് അതിൽ. അതായത് ഈ അടക്കം ഒതുക്കത്തെ കുറിച്ചൊക്കെ പഠിപ്പിക്കാതെ നിങ്ങൾ ലൈംഗിക ബന്ധമൊക്കെ വേണമെങ്കിൽ ആസ്വദിച്ചോ, പക്ഷേ
ഗർഭിണിയാകാതെ നോക്കണം, Safe sex എന്ന് സേഫ് സെക്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ എയ്ഡ്സ് വരാതെ നോക്കണം, അതിൻ്റെ മറ്റു പ്രശ്നങ്ങളിൽ പെടാതെ നോക്കണം എന്ന് മാത്രം പറയുന്ന ഒരു രീതിയിലേക്ക് പലപ്പോഴും ലൈംഗിക വിദ്യാഭ്യാസം അധപ്പതിച്ചു പോയി. അതിനുപയോഗിക്കുന്ന വാക്കുകളും നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയണ്ടേ, സഭ്യമല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചും പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് ലൈംഗിക വിദ്യാഭ്യാസം എന്ന പേരിൽ നടക്കുന്നത്. അതല്ല വേണ്ടത്. ശരിയായ ലൈംഗിക വിദ്യാഭ്യാസത്തിൽ എപ്പോഴും ഈ അടക്കം ഒതുക്കം മുതൽ തുടങ്ങി അവരെ വിശുദ്ധിയിൽ വളരാനുള്ള നിയന്ത്രണത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച് അത് പുഷ്പിക്കേണ്ടതാണ് എന്നുള്ള ആത്മനിയന്ത്രണത്തിന്റെ വഴിയിലൂടെ നടക്കുകയും ഭാവിയിലെ സമർപ്പിത ജീവിതം, വിവാഹം എന്ന സമർപ്പിത ജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യം നൽകുകയും ചെയ്യുന്നതായിരിക്കണം യഥാർത്ഥ ലൈംഗിക വിദ്യാഭ്യാസം. ഈ ന്യൂജൻ ഒരിക്കലും ഇതിനെ സ്വീകരിക്കില്ല സാറേ, അതൊക്കെ കാലഹരണപ്പെട്ടു തന്നെയാണ് അവരുടെ അത് സ്വീകരിക്കാതിരിക്കുന്നതിലെ മാതാപിതാക്കൾക്ക് ഒരു പങ്കുണ്ടെന്ന്. അതെന്താണ് പങ്ക്? മാതാപിതാക്കൾ പറയുന്ന ഓരോ വാക്കുകൾക്കും വിലയുണ്ടെന്ന് അവർ തിരിച്ചറിയണം. ഇപ്പോൾ പറഞ്ഞു, അതായത് എൻ്റെ വീട്ടില് അപ്പുറത്തെ വീട്ടില് കറുത്ത നിറത്തിലുള്ള ഒരു പെൺകുട്ടി ഉണ്ടെന്ന് കരുത്. ഇവിടെ നിരുപദ്രവകരമായിരുന്നിട്ട് പറയണ അമ്മ ആ പെൺകുട്ടീനെ ഒരു ചെക്കൻ കാണാൻ വരുമ്പോൾ ഇവിടെ ഇരുന്നിട്ട് അമ്മ പറയണ കാക്ക പോലത്തെ കുട്ടീനെ ആര് കെട്ടാനാണ് എന്ന് ആ ഒരു വാചകം ഒരു ബോധ്യമാണ് കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കണത്. പറയാതെ പറയാണ് ഒരു ബോധ്യം എന്ന് വെച്ചാൽ കറുത്ത കുട്ടികൾ മോശമാണ്. ഇതുപോലെ നമ്മളിങ്ങനെ വഴിവിട്ട് ജീവിതം നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ഓപ്പർച്യൂണിറ്റിയുടെ വാർത്തയും സത്യം പഠിപ്പിക്കാനുള്ള അവസരമാക്കി മാറ്റുന്നതിന് പകരം കുറ്റപ്പെടുത്താനും വിധിക്കാനും അവരൊന്നിനും കൊള്ളാത്തവരാണെന്ന് പറയാനുള്ള അവസരമാക്കിയിട്ടാണ് മാതാപിതാക്കൾ ഉപയോഗിക്കണേ. ആ ഒരു കുട്ടീനെ, അപ്പോൾ ഒരു കുട്ടി തെറ്റിപ്പോയി കഴിഞ്ഞാൽ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു സിസ്റ്റർ തെറ്റിപ്പോയി, അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ അത് സത്യം കാണിച്ചു കൊടുക്കാൻ, അതിന് പകരം കുറ്റപ്പെടുത്താനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഇന്ന് അപ്പോൾ ചുറ്റും നടക്കുന്ന തെറ്റായ പ്രവൃത്തികളെ തന്നെ സ്നേഹത്തോടെയാണ് സമീപിക്കുന്നതെങ്കിൽ അത് തന്നെ മക്കളെ പഠിപ്പിക്കാനുള്ള വ്യത്യസ്ത ഉപാധിയാണെന്ന് നാം തിരിച്ചറിയും. ഈ ചർച്ചകളിലൂടെയൊക്കെ നമ്മൾ കേട്ട കാര്യങ്ങൾ അടക്കത്തെക്കുറിച്ചുള്ള ഗുണകരമായ ബോധത്തെ വളർത്തുന്ന ലൈംഗിക വിദ്യാഭ്യാസത്തിന് അളവറ്റ മൂല്യമുണ്ട്. മക്കളെ വിശുദ്ധിയിലും അടക്കത്തിലും ഒതുക്കത്തിലും കുഞ്ഞു പ്രായം തുടങ്ങി വളർത്താൻ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തിയോളജി ഓഫ് ബോഡി, ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം എന്ന് പറയുന്ന തൻ്റെ പ്രസംഗങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നത് നമ്മുടെ ശരീരം ദൈവത്തെ വെളിപ്പെടുത്തുന്നു. എൻ്റെ ശരീരം ദൈവത്തെ വെളിപ്പെടുത്തുന്നു, നിൻ്റെ ശരീരം ദൈവത്തെ വെളിപ്പെടുത്തുന്നു, നമ്മുടെ ശരീരം ദൈവത്തെ വെളിപ്പെടുത്തുന്നു. ഇതാണ് ജോൺ പോൾ മാർപ്പാപ്പ പറയുക. എൻ്റെ ശരീരത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം ഈശോ വില കൊടുത്ത് വാങ്ങിച്ചതാണ് എൻ്റെ ശരീരം. ഈ ശരീരത്തിൽ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ടുള്ള ആ ഒരു വലിയ ബോധ്യം നമ്മുടെ ജീവിതം വഴി നമ്മുടെ കുഞ്ഞുങ്ങളിൽ കുഞ്ഞുനാൾ മുതൽ തന്നെ വേരുറയ്ക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ലൈംഗിക വിശുദ്ധിയിൽ മുന്നേറിയ ധാരാളം വിശുദ്ധാത്മാക്കൾ നമുക്ക് ഈ കാര്യത്തിൽ നമ്മുടെ മുൻപിലുണ്ട്. ലൈംഗികത നിസ്സാരവൽക്കരിക്കപ്പെടുന്ന ഈ ലോകത്ത് ലൈംഗികതയെ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ കാണാൻ, ആ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ഈ ചർച്ചകളും ചിന്തകളും നിങ്ങളെ സഹായിച്ചു എന്ന് കരുതുന്നു. ഈ കാര്യത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേക സഹായം നമുക്ക് പരിശുദ്ധാത്മാവിനോട് ചോദിക്കാം. ലൈംഗിക വിശുദ്ധിയുള്ള ഒരു ലോകം പടുത്തുയർത്താൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.